ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പ്ലെയിൻ കുർത്തി മെറ്റീരിയലിൽ ഓൾ ഓവർ ഡിസൈൻ ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം നെക്ക് മാർക്ക് ചെയ്തു. അതിന് ശേഷം അവിടെ എവിടെയായിട്ട് നമ്മൾ ഓരോരോ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ലേസ് ഫ്ലവറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ ഫ്ലവർ ഡിസൈനുള്ള ലേസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൽ നിന്ന് ഓരോരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ ക്ലോത്തിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുന്നിച്ചേർക്കുകയും ചെയ്യാം. ഞാനിപ്പം ഒട്ടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിരുന്നില്ലേ, ആ പോയിൻറ്റ്സിൽ ഓരോന്നിലും ഇതുപോലെ 3 ഫ്ലവേഴ്സ് വീതം വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു ഹാൻഡ് എംബ്രോയിഡറിയും കൂടി ചെയ്യുന്നുണ്ട്. ഈ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നതിന് മുമ്പേ ഈ ക്ലോത്തിൻ്റെ അടിയിൽ ഞാനൊരു പേപ്പർ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കാരണം ഈ ഫ്ലവേഴ്സ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗം അല്ലെങ്കിൽ അടിയിലുള്ള തുണിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു പേപ്പർ വിരിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഈ ക്ലോത്ത് വെക്കാം. എന്നിട്ട് ഈ ഫ്ലവേഴ്സ് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും കാണിക്കുന്ന ഈ 6000 എന്ന് പറയുന്നൊരു ഗമ്മുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല ക്ലോത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗമ്മാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത പോയിന്റിലെല്ലാം ഇതുപോലെ 3 ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ ചെറിയൊരു ഹാൻഡ് എംബ്രോയിഡറിയും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ മേലെ ഫെദർ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കാം.
ഇതുപോലെ എല്ലാ ഫ്ലവറിൻ്റെ ചുറ്റിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മുഴുവൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കാണാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.